ഹായ്, വെൽക്കം ടു belikebutterflies. ഇന്ന് നമ്മൾ ഉപ്പുമാവ് കൊണ്ട് ബാലൻസ് വന്ന ഉപ്പുമാവ് കൊണ്ട് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. അത് ഞാൻ ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ശർക്കര ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. അതൊന്ന് നല്ലോണം മെൽട്ടായി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പുമാവ് ബാലൻസ് വന്നത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണം, പിന്നെ ഏത്തപ്പഴം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ശർക്കര ഉരുകി നമ്മുടെ നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, കട്ട പോലെ ഒന്നും കിടക്കരുത്. ഇപ്പം ശർക്കര നമ്മുടെ പാകത്തിനായി കഴിഞ്ഞു. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയിലേക്ക് ഫുള്ളായിട്ട് ആ തേങ്ങയൊക്കെ നല്ലോണം പിടിക്കാവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി നല്ല മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഫുള്ളിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. ആ പഴം ഇരുന്ന് ഒന്ന് വെന്ത് നല്ല ഒരു സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അതിൻ്റെ കൂട്ട് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. പഴമൊക്കെ നല്ലോണം വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പുമാവിലേക്ക് ഇത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ബോൾസായിട്ട് മാറ്റാം. ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഉരുളകളായിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കത് വേണമെങ്കിൽ ഇപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പരുവത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു സ്പൂണൊക്കെ ഇട്ട് കോഴി തിന്നാവുന്ന രീതിയിലും എടുക്കാം. ഞാനൊരു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ് ഒരു ലഡുവിൻ്റെയൊക്കെ ഷേപ്പിലൊക്കെ ആക്കി വെക്കുന്നത്. പിന്നെ ഇതേപോലെ കശുവണ്ടിയൊക്കെ വെച്ച് എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ പിള്ളേർക്കൊന്നും കൂടി ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.